ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ്. നെയിം വന്നിട്ട് അൻസല്ല എന്നാണ് കേട്ടോ. ആൾക്കൊരു പാർട്ട് ടൈം മേക്കപ്പ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഭയങ്കര മിനിമലായിട്ട് എന്നൊരു ഗ്ലോയി ഫിനിഷിങ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് യൂസ് ചെയ്തിട്ടുള്ള ലെൻസ് ഏതാ, അതുപോലെ ഗ്ലോ കിട്ടാൻ എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ആൾക്ക് യൂസ് ചെയ്തിട്ടുള്ള ലെൻസ് എന്ന് പറയുന്നത് ഫ്രഷ് ലുക്കിൽ ഗ്രേ ആണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക ബ്രൈഡ്സിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലുക്ക്, അതുപോലെ അക്വ ലെൻസൊക്കെയാണ്. അക്വലോജിക്കയുടെ ലെൻസൊക്കെയാണ് ഞാൻ യൂസ് ആക്കൽ. നല്ല അടിപൊളി ലെൻസാണ് കേട്ടോ. അതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ല പ്രീമിയം പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫേസ് നല്ല ഫേസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഗ്ലോ കിട്ടാൻ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഗുച്ചി പോലത്തെ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറും പ്രൈമറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബേസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. പ്രെപ്പിങ് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് കൺസീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഹവറിൻ്റെ കൺസിലറാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നാഴ്സിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആളുടെ സ്കിൻ ടൈപ്പ് വരുന്നതൊരു നോർമൽ ടു ഡ്രൈ ആണ്. ഐ മേക്കപ്പ് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഐബ്രോ ഒന്നും ചെയ്യേണ്ടെന്ന് ആൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെ ബ്ലെൻഡർ വെച്ചിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ മേക്കപ്പ്, അതായത് എക്സ്ട്രാ മേക്കപ്പ് ഉണ്ടെങ്കിൽ അത് ആ ബ്ലെൻഡറിൽ ഫിക്സ് ആയി നിന്നോളും. അപ്പോൾ മേക്കപ്പ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ആളുടെ ഐസ് വന്നിട്ട് കുഞ്ഞ് ഐസാണ് കേട്ടോ. ചെറിയ കണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കാജൽ വെച്ച് അടിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ കണ്ണിൽ എപ്പോഴും നമ്മൾ ലാഷ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ലാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വലിയ ലാഷൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ഒന്നും കൂടെ കുഴിയിലോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ സ്മോക്കി ഐസൊക്കെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ഒന്നും കൂടെ ചെറുതാവുള്ളൂ ചെയ്യുക. കണ്ണ് നമ്മൾ അടിയിലും മേലും ചെറുതായി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പ് കുറച്ച് ബോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ ലിപ് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ടാണ് ആൾ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനും അതുപോലെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ സംസാരമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേക്കപ്പ് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഗ്ലോ മേക്കപ്പ് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബേസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോപ്പ് ക്രീം, ഇപ്പോൾ ഈ മാക്കിൻ്റെ ഒക്കെ സ്ട്രോപ്പ് ക്രീമൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുക. ക്രീം ബ്ലഷ്, ക്രീം ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഡെവി ഫൗണ്ടേഷനൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ 1 ഡ്രോപ്പ് ഫേഷ്യൽ ഓയിലൊക്കെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്ലോ കിട്ടും കേട്ടോ. ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ഫേസിൽ ഗ്ലോ ഉണ്ടാകും. പിന്നെ ആൾക്ക് വന്നിട്ട് നമ്മൾ ഹിജാബാണ് ഒന്നും കൂടെ ആൾക്ക് ചേരുക. ഹെയർ സ്റ്റൈലിനെക്കാട്ടിലും ഒന്നും കൂടെ ഭംഗി ഹിജാബാണ്. അപ്പം നമ്മൾ ഹിജാബും ആൾക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഓവറോൾ ലുക്ക് ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, മേക്കപ്പ് ആണെങ്കിലും ഹിജാബ് ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത്.